ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ലച്ച് കുട്ടീനെ വലിയ കുട്ടിയായിട്ടുള്ള ചടങ്ങാണ് കേട്ടോ. ലച്ച് വലിയ കുട്ടിയായി ഋതുമതിയായി എന്നൊക്കെ പറയില്ല, നമ്മൾ നാട്ടിൻപുറത്ത് നമ്മൾ വലിയ കുട്ടിയായി എന്നൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വാമി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു സംഭവമായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇട്ടുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. എണ്ണ അങ്ങനെ ഒഴിക്കും, മുടിയുടെ ഒരു ഇട എടുത്തിട്ട് കൂടെ കുറച്ച് എണ്ണ ഒഴിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ എൻ്റെ മിസ്സായിട്ടോ ആ ഒഴിക്കണത്. പിന്നെ ലച്ചുകുട്ടീന് മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും മഞ്ഞൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ വീഡിയോ നിന്ന് മിസ്സായിരുന്നു, എങ്ങനെ പോയി നിൽക്കാറില്ല, കണ്ണൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് തോന്നുന്നത്. അത് നമ്മൾ ആദ്യക്കുട്ടി മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾ വെള്ളമൊക്കെ കുളിപ്പിക്കുന്ന പോലെ കുറച്ച് മഞ്ഞളൊക്കെ കലക്കിയിട്ട് അവിടെ നിന്ന് തന്നെ അവളെ തലയിൽ കൂടെ മഞ്ഞൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. കാരണം നമ്മൾ പുഴയും കുളവും തോടൊന്നും അടുത്തില്ല. കുളം ഉണ്ട് അടുത്ത്, പക്ഷേ വെള്ളം ചീത്തയായിരുന്നു, അവിടെ കുളിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവളെ കുളിപ്പിച്ചിട്ടോ. അപ്പോൾ അമ്മായി ആയതുകൊണ്ട് തന്നെ ഞാനായിരുന്നതിൽ മെയിൻ ആള്. അപ്പോൾ ഞാൻ വേണം അതിന് കുളിപ്പിക്കാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ പോയി ആണ് അവളെ കുളിപ്പിച്ചതൊക്കെ. ഇത് 7ാമത്തെ ദിവസമുള്ള ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അവിടെ നിന്നൊരു വളയും ഇതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഉള്ളിൽ പോയിട്ട് നല്ല വൃത്തിക്ക് നമ്മളെ ബ്യൂട്ടീഷ്യൻ അമ്മു ഉണ്ട്, അവളാണ് ലച്ചുവിനെ എല്ലാവരും ആദ്യമൊക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾ. അപ്പോൾ അവൾ ചെയ്യാറുണ്ട്. അപ്പോൾ തൽക്കാലം അങ്ങനെ ജസ്റ്റ് മുടി ഒന്ന് ഇങ്ങനെ കെട്ടി വീടിനും പുറത്തുനിന്ന് നമ്മൾ പുറത്തുനിന്ന് കുളിച്ച് വരച്ച് അങ്ങനെ നമ്മൾ ദൃഷ്ടി ഒഴിഞ്ഞ് കളയും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ ചുണ്ണാമ്പും മഞ്ഞളും ഒക്കെ അങ്ങനെ വെള്ളം കലക്കിയിട്ട് അങ്ങനെ ഒഴിഞ്ഞിട്ട് പുറത്തേക്ക് കളയും. അതൊക്കെ അവിടെ നിന്ന് അമ്മമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുക്കണതാവും. എന്താ അതുകൊണ്ട് കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയില്ല, ദൃഷ്ടി ഒഴിഞ്ഞ് കളയലാണ്. അങ്ങനെ കൊണ്ടുപോയി കളയുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മളവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കിണ്ടിയിൽ കുറച്ച് ഇലയിൽ പൊതിഞ്ഞിട്ട് കുറച്ച് കിഴികൾ ഇടും. അതിൽ ഓരോ സാധനങ്ങളാവും, കരിക്കട്ട, നെല്ല്, അരി, സ്വർണം, വെള്ളി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത്ര എണ്ണം എന്നൊരു കണക്കൊക്കെ ഉണ്ട്. അങ്ങനെ എന്തൊക്കെ പാടെ ഇട്ടിട്ട് അതിട്ട് കലക്കി ഓരോ നിറക്ക് പോലെ ഓരോരുത്തർ തുടങ്ങും. അപ്പോൾ ലച്ചുകൂട്ടർ അമ്മമ്മയ്ക്കാണ് ആദ്യം കിട്ടിയത്. ഫസ്റ്റ് തന്നെ കരിക്കട്ടയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ലച്ചു അച്ചമ്മയ്ക്കാണ് കൊടുത്തത്. അതിൽ നെല്ലായിരുന്നു. അപ്പം നല്ലതാണ് എന്തായാലും തീയും എന്താ വിറകും അരിയും ഇതൊക്കെ കിട്ടും. പിന്നെ എനിക്ക് കിട്ടിയത് വെള്ളിയായിരുന്നു കേട്ടോ. പിന്നെ അനിയന് അവളെ അച്ഛന് കിട്ടിയത് സ്വർണ്ണമായിരുന്നു. അപ്പോൾ വെള്ളിയും സ്വർണ്ണമൊക്കെ പിന്നെ വിലപിടിപ്പുള്ളതാണ്. ഏതാ മോശം എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അമ്മുവിൻ്റെ വക ലച്ചുവിനെ ഒരിക്കലായിരുന്നു അടുത്ത ചടങ്ങ്. നമ്മളെ ചക്കിക്കുട്ടിയുടെ വക മൈലാഞ്ചി ഇട്ടെടുക്കൽ. അങ്ങനെ അവളെ സുന്ദരി കുട്ടിയൊക്കെ ഒരുക്കിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യം ഒരു നാണം കുണിങ്ങിയാണ് അവൾക്ക് എല്ലാത്തിനും മടിയാണ്. പക്ഷെ അവൾക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അവൾ എന്നോട് അപ്പോൾ തന്നെ ചോദിച്ചായിരുന്നു, ആൻറ്റി ഇതിൻ്റെ ഫുൾ വീഡിയോ, ഞാൻ ഷോർട്ട് വീഡിയോ ഇത് കഴിഞ്ഞ ചടങ്ങ് കഴിഞ്ഞ് അന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ മുന്നേ, ഇതിപ്പോൾ കുറേ ആയി. അപ്പോൾ ഫുൾ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല ഫോണിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ കേട്ടോ, ഇനി നമ്മൾ അടുത്തൊരു മധുരം കൊടുക്കേണ്ട ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. പിന്നെ കുറച്ച് ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സൗമ്യയുടെ ചേച്ചിയും പിന്നെ പ്രതിയേട്ടൻ അമ്മായിയും ആണ് ഇരിക്കുന്നത്. ഏട്ടനാണ് നമുക്ക് ബിരിയാണിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയ ആൾ. ഇത് നമ്മുടെ അമ്മമ്മ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആദ്യക്കുട്ടിയാണെങ്കിൽ അവൾക്ക് ചേച്ചിക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കണു, ഗോൾഡ് കൊടുക്കണു ഒക്കെ കൂടി കണ്ടിട്ട് അവൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ്. അവൾക്ക് മാത്രം ആരും ഒന്നും കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ ലച്ചു ഇങ്ങനെ എത്തി നോക്കണം ആരൊക്കെ വന്നിട്ടുള്ള അടുത്തുള്ള കുറച്ച് ആൾക്കാരെയും ഒക്കെ അങ്ങനെ വിളിച്ചിട്ട് ചെറിയൊരു ചടങ്ങാട്ടോ. ഹൗസ് വാമിങ്ങും വലിയ കാര്യമായിട്ട് നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ അങ്ങനെ ലച്ചു ഇതാണ് കേട്ടോ. ലച്ചുവിൻ്റെ ലുക്ക് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ലച്ചുവിന് ചെറുതായിട്ടൊരു നാണൊക്കെ വരുന്നുണ്ട്. എന്തായാലും അവളെ വിളിച്ചിട്ട് മുകളിലേക്ക് പോയിട്ട് അമ്മും കണ്ണനും കൂടി അവരെ കുറച്ച് ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി താഴേക്ക് വിളിച്ചതിന് ഫുഡ് കഴിക്കാനും ഇതിനൊക്കെ സമയമായി വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങനെ മധുരം കൊടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് കേട്ടോ. അതിലേക്ക് വരികയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ അവളെ അമ്മയാണ് ആദ്യം മധുരം കൊടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ കൊടുത്തു. അവൻ എന്തിനായിട്ട് വന്നതാണ് കേട്ടോ. ദുബായിൽ നിന്ന് ഹൗസ് വാമിങ്ങിനൊന്നും അവന് വരാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ മക്കളുടെ ഓരോ കാര്യങ്ങൾ അവന് മിസ് ചെയ്യാൻ വയ്യാച്ചിട്ട് അവൻ വന്നു. ഇത് അച്ഛൻ, അങ്ങനെ അച്ഛമ്മ ആദി, അത് നമ്മൾ ആദിക്കുട്ടി, എല്ലാവരും ഇങ്ങനെ ഓരോ മധുരം കൊടുത്തു കേട്ടോ. കുറേ വീഡിയോ ഇട്ടിട്ട് ഇതാക്കണ്ട പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കണം. എല്ലാവരും ലച്ചുവിന് ഇങ്ങനെ ഓരോരോ മധുരം കൊടുക്കട്ടെ. ഇത് ലച്ചുവിൻ്റെ അമ്മമ്മയാണ്. ഇത് സുന്ദരച്ചൻ. പിന്നെ ഇതാ നമ്മൾ ആദ്യവട്ടൻ ലച്ചുവിന് ഒരു സ്വീറ്റൊക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങിയത് ലച്ചുവിൻ്റെ വല്യമ്മയാണ്. അത് പ്രസന്നമ്മായി. ഇത് കണ്ണൻ കൊടുക്കുന്നത് ആദ്യവട്ടം ഗിഫ്റ്റ് കൊടുത്ത സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഉണ്ണി. അപ്പോൾ നമ്മൾ എല്ലാവരും മധുരം കൊടുത്തതാണ് ചക്കിക്കുട്ടി കേട്ടോ. അമ്മായി, അമ്മമ്മ, അങ്ങനെ എല്ലാവരും മധുരമൊക്കെ കൊടുത്തു. ഇത് പ്രിയമ്മായി.
പിന്നെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്. അതാണ് അനിയനും വൈഫും 2 കുട്ടികളും, നല്ല ക്യൂട്ട് ഫാമിലി. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, കാരണം ഭക്ഷണം നമുക്ക് അവിടെ തന്നെ നമ്മളേട്ടൻ പ്രതിയേട്ടൻ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ട്. നമ്മൾ ആദ്യം കാറ്ററിങ് പുറത്ത് കൊടുക്കുക ചെയ്യാറ്, പക്ഷേ അവിടെ തന്നെ ഉണ്ടാക്കുക ചെയ്ത്. അത് കഴിഞ്ഞ് ലച്ചു മിഠായിയൊക്കെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ മധുരം എല്ലാതും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം മിഠായിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഏട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാവരെയും കാണുക. അന്ന് അനിയൻ പെട്ടെന്ന് വന്നതാവുന്ന ഒരു 4-5 ദിവസം ലീവിന് ഓടി വന്ന് പോവുക ചെയ്തത്. അപ്പോൾ ഏട്ടൻ വീഡിയോ കോൾ വിളിച്ചിട്ട് എല്ലാവരും കാണുക. ആദ്യക്കുട്ടി വെല്ലിച്ചിനോണ്ടെ മിഠായിയൊക്കെ കൊടുക്കണം കേട്ടോ. ഇത് രാവിലെ നമ്മൾ പ്രതിയേട്ടൻ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണ ആ ഒരു സീനാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഈ ചടങ്ങ് അടിപൊളിയായിട്ട് എല്ലാവരും ഹാപ്പിയായി. നമുക്ക് ഹാപ്പി ആവാൻ കിട്ടണ ഒരു ചാൻസുകൾ നമ്മൾ മിസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണല്ലോ നമുക്ക് സന്തോഷം, എല്ലാവരും ഒത്തുകൂടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.